കോട്ടയം ജില്ലയിലെ ഒരു അതിമനോഹരമായ സ്ഥലം മലരിക്കൽ. ആക്ച്വലി മലരിക്കലിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ലില്ലീസാണ്, ആമ്പൽ. അത് രാവിലെ പോയി കഴിഞ്ഞാലാണ് നമുക്കത് കറക്റ്റ് കാണാൻ കഴിയുള്ളൂ. മലരിക്കൽ പാലം കയറി ഇറങ്ങി കഴിഞ്ഞാൽ അതിന് ചെറിയ പാടങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിറയെ കാണാം. പക്ഷെ അതിൻ്റെ പൂർണ്ണ ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ അറ്റ് ലാസ്റ്റ് ഒരു വലിയ പാടുണ്ട്, അവിടെ ചെല്ലണം. അവിടെ സൈഡിൽ വണ്ടി ഒതുക്കാം, നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ സൈഡ് ഫുള്ള് ആമ്പൽ നിറഞ്ഞിരിക്കുന്നത് തന്നെ കാണാൻ പറ്റും. പിന്നെ അവിടെ നിറയെ ചേച്ചിമാരുണ്ടാവും. ആമ്പൽപ്പൂക്കളൊക്കെ വിൽക്കാനായിട്ട് അവർ നമ്മളെ സമീപിക്കും. റെയിൻകോട്ടൊക്കെ അണിഞ്ഞ് പതുക്കെ അകത്തോട്ട് നടന്നു. അപ്പോൾ അവിടെ ഒരു ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആമ്പൽപ്പാടം എന്നാണ് അവർ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. 650 ഏക്കറോളം നിറഞ്ഞു നിൽക്കുന്ന ആമ്പൽപ്പാടം. ഞങ്ങളൊരു ജാൻവി എന്ന് പറഞ്ഞൊരു ബോട്ടിലാണ് യാത്ര തുടങ്ങിയത്. അത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് വിവേക് ബ്രോ അവിടെ ലോക്കലുള്ളതാണ്. പുള്ളിക്ക് കൺസ്ട്രക്ഷനാണ് പരിപാടി. കാലത്ത് ഇതുകൊണ്ട് ഇത് പിന്നെ വെയിൽ ഉദിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ. അപ്പോൾ പുള്ളിയായിട്ട് അങ്ങനെ സംസാരിച്ച് അങ്ങനെ ബോട്ടിൽ യാത്രയായി. സൂര്യൻ ഉദിച്ച് വെയിലൊന്നും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമ്പൽപ്പൂക്കളെല്ലാം ചുരുങ്ങിപ്പോവും. അപ്പോൾ പിന്നെ മുട്ട് മാത്രമാവും, നമുക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ തന്നെ എത്തണം. നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ അത്യാവശ്യം കുറേ ബോട്ടുകളുണ്ട്. കുറേ പേര് റിട്ടേൺ പോകുന്നുണ്ട്, കുറേ പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. ശരിക്കും ഞങ്ങൾ ചെന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ, അതായത് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ മഴ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലോ ലൈറ്റ് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, വീഡിയോ ഒക്കെ എടുക്കാവുന്ന ലൈറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഡ്രോൺ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ പേടിച്ചത് എടുത്തില്ല. പക്ഷേ ഞങ്ങൾ റിട്ടേൺ വന്ന സമയത്ത് എടുത്തിട്ട് ഒന്ന് ഫ്ലൈ ചെയ്തിരുന്നു. അത് ശരിക്കും യൂസ് ചെയ്യുന്ന ബോട്ട് നമ്മൾ കടലിൽ മീൻ പിടിക്കാൻ പോണ ആ ടൈപ്പ് ബോട്ടുകളാണ് യൂസ് ചെയ്യുന്നത്. തനി നാടൻ കറുത്ത വള്ളങ്ങളുണ്ടല്ലോ, അതുണ്ട്. അത് ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് സ്പെഷ്യലായിട്ട് അത് കൊടുക്കുന്നുണ്ട് അവർ. ആമ്പൽപ്പൂക്കളൊക്കെ നമുക്ക് പറിക്കാം. പക്ഷെ അത് പറിക്കണോണ്ട് തെറ്റില്ല എന്ന് പറയാൻ കാരണം അതൊരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിത് കളയും. അത് കളഞ്ഞ് അത് പാടത്തിന് മുകളിലാണ്, നെൽപ്പാടത്തിന് മുകളിലാണ് അത് നിൽക്കുന്നത് ശരിക്കും. അപ്പോൾ നെൽപ്പാടത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിത് പറിച്ച് കളയും. അപ്പോൾ നമ്മൾ പൊട്ടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അടിപൊളി യാത്രയാണ്. ഇടയ്ക്ക് മഴ വരും, ഇടയ്ക്ക് നല്ല കാറ്റും, നല്ല രസമായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിരുന്നൊരു അമ്പലമാണത്.
അതിപ്പോൾ വെള്ളം കയറിയിട്ട് അമ്പലത്തിന് തൊട്ടടുത്ത് വരെ വെള്ളമുണ്ട്. വെള്ളം കയറി നല്ല ഭംഗിയുണ്ട് കാണാൻ. അത്യാവശ്യം നല്ല ഉള്ളിലേക്ക് പോകുന്നു. ഒരു 3 കിലോമീറ്ററോളം അകത്തേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്. കുറേ നേരം വിവേകിനായിട്ട് സംസാരിച്ച് അവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതിയും അവിടുത്തെ പ്രകൃതിയുടെ സ്വഭാവങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാ 360-ലാണ്, X3. അതാകുമ്പോൾ വാട്ടർ പ്രൂഫാണ്. അപ്പോൾ നമുക്ക് മഴയത്തൊക്കെ ധൈര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ ലോ ലൈറ്റ് പെർഫോമൻസ് കുറച്ച് ബാക്കിലാണ്. അപ്പോൾ അതുകൊണ്ടുള്ള പോരായ്മകളുണ്ടാകും വീഡിയോയ്ക്ക്. എല്ലാവരും അതൊന്ന് ക്ഷമിക്കണം. എല്ലാവരും ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അടിപൊളി യാത്ര, ബോട്ട് യാത്ര നല്ല അടിപൊളിയാണ്. അങ്ങനെ വീണ്ടും യാത്രയായി. വീണ്ടും ശരിക്കൊരു സർക്കിള് റൂട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മൊത്തം കറങ്ങി വരുന്നത്. അപ്പോൾ ആ റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. ആ റൂട്ടിൽ ആമ്പലുകളില്ല, ശരിക്കൊരു കനാല് പോലെ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. താമരയും ആമ്പലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വിവേക് പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. ആമ്പൽപ്പൂ ശരിക്ക് പ്രകാശം വന്നു കഴിഞ്ഞാൽ അത് ചുരുങ്ങും. താമര നേരെ ഓപ്പോസിറ്റാണ്. പ്രകാശം വന്നു കഴിഞ്ഞാൽ അത് വിടരുക ചെയ്യും. ഇത്ര കാലമായിട്ട് ഞാൻ ഇപ്പോഴാണ് അത് മനസ്സിലാക്കിയത്. അത് വിവേകിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷനാണ്. ഞാൻ അതുപോലെ അങ്ങനെ ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ബോട്ടിൻ്റെ ഫ്രണ്ടിലിരുന്ന് വൈറലാകാൻ ശ്രമിക്കുന്നുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ പേരാണ് കുഞ്ഞി. ആൾ കുറേ നേരമായി ബോട്ടിൽ നിന്ന് റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കും. അതിനിടയിൽ 2 സ്റ്റെപ്പൊക്കെ ആളിട്ട് നോക്കി, പക്ഷെ അതിൽ ആൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് നല്ല കാറ്റ് വീശും. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴൊക്കെ ബോട്ടിന് ശരിക്കും ഒരു വലച്ചിലൊക്കെ വരും. എന്തായാലും നിങ്ങൾ മലരിക്കൽ ഒരു തവണയെങ്കിലും പോയി കാണണം. അത്ര അടിപൊളിയാണ്. അത്ര നല്ല ബ്യൂട്ടിഫുള്ളാണ് അവിടുത്തെ ലാൻഡ്സ്കേപ്പ്. നിങ്ങൾ ആരെങ്കിലും ഇനി മലരിക്കൽ കാണാൻ പോകുന്നുണ്ടെങ്കിൽ വിവേകിനെ ധൈര്യമായിട്ട് വിളിച്ചോ. അത് പറയാനൊരു കാരണമുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് മഴയായിരുന്നു. അപ്പോൾ ഡ്രോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇൻസ്റ്റയിലായിരുന്നു ഫുള്ള് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ റിട്ടേൺ വരുന്ന സമയത്ത് മഴയൊക്കെ ഒന്ന് മാറി വെയിൽ വന്നിരുന്നു. വിവേകിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു ഡ്രോൺ ഉണ്ട്, എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ആ വെയിലായ സമയത്ത് വിവേക് രണ്ടാമത് ഞങ്ങളെ കൊണ്ട് റൗണ്ട് പോയി ഡ്രോണിലുള്ള വിഷ്വൽസൊക്കെ എടുത്തതിന് ശേഷമാണ് തിരിച്ചു വന്നത്. വിവേകിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ബോട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളിച്ചിട്ട് പോകാം. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ സിറ്റുവേഷനൊക്കെ അറിയാൻ സാധിക്കും. വിവേകിൻ്റെ ഇൻസ്റ്റഗ്രാം ID ഉണ്ട്, അതും
ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇതേപോലെ വീഡിയോസ് ഇനിയും വരും. അപ്പോൾ ബെല്ലൈക്കണൊക്കെ അമർത്തി വെയിറ്റ് ചെയ്തിരിക്കുക.